ഇനി ഇല്ലെങ്കിൽ ആർക്കും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. പക്ഷേ ഇതിൽ ഒരു ചെറിയ ചളിപ്പൂറ്റിയെന്ന് വെച്ചാൽ ഈ വിവേക് കിരൺ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വരുന്ന കാര്യം പരമരഹസ്യമായിട്ടാണ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചു പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റർ ഇദ്ദേഹത്തെ താലപ്പൊലി എടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴുവിച്ചു. വിവേക് കിരണിനെ കണ്ടാൽ തിരിച്ചറിയുന്നവർ വളരെ കുറവാണ്. ഇപ്പം ഞാൻ തന്നെ ആ എറണാകുളത്ത് ബ്രോഡ്വേയിലോ MG റോഡിലോ വെച്ച് വിവേകെതിരെ വന്നാൽ എനിക്ക് മനസ്സിലാവില്ല. കാരണം നമുക്കാർക്കും ഇദ്ദേഹത്തിൻ്റെ പടം കണ്ട് പരിചയമില്ല. പക്ഷേ ഏതോ ബുദ്ധി ഇത് സ്ഥലത്തെ ജനം TV ചാനലിൻ്റെ ഈ പ്രാദേശിക ലേഖനം ചോർത്തി കൊടുത്തു. അയാൾ ചിത്രങ്ങളെടുത്തു, വീഡിയോ എടുത്തു. എന്നാൽ പിന്നെ അത് കൊണ്ടുപോട്ടേന്ന് വിചാരിക്കല്ലേ. അതിന് പകരം ഇയാളെ കൊങ്ങയ്ക്ക് പിടിച്ച് അതിൻ്റെ ഫോൺ കയ്യിൽ മേടിക്കുകയും അതിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം തന്നെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് പറ്റി? ലോകത്തുള്ള എല്ലാ ആളുകളും പറഞ്ഞു വിവേക് കിരൺ രഹസ്യമായിട്ടാണ്, തലയിൽ മുണ്ടിട്ടാണ് അല്ലെങ്കിൽ പ്രച്ഛന്ന വേഷം ധരിച്ചാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയതെന്നും ഇത് കണ്ടുപിടിച്ച മാപ്രയെ പാർട്ടി സഖാക്കൾ മർദ്ദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ദേവസ്വത്തിലെ ജോലിക്കാരും അഡ്മിനിസ്ട്രേറ്ററും ചേർന്ന് അയാളെ ദേവോദരം ഏൽപ്പിച്ചു. അഡ്മിനിസ്ട്രേറ്റർ തന്നെ ഇയാളുടെ ഫോൺ പിടിച്ചു വാങ്ങിച്ച് അതിലെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്നും നാട്ടിലൊക്കെ പാട്ടായി.